ആമേൻ പറവൂരിൽ ഉണ്ടായിരുന്ന ആളുകൾക്കറിയാം അവിടെ എടുത്ത വിഷയം ഏതായിരുന്നു എന്നുള്ളത്. ഏത് വിഷയമായിരുന്നു എടുത്തത്? മക്കളുടെ വിഷയമായിരുന്നു, തലമുറകളുടെ വിഷയമായിരുന്നു പരിശുദ്ധാത്മാവ് അവിടെ വെച്ചെടുത്തത്. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. സഹോദരന്മാർ സ്തോത്രം വായിക്കണം, മൈക്കിലൂടെ വായിക്കണം. മത്തായി സുവിശേഷം, ഇത് മർക്കോസ് സുവിശേഷമാണ് വന്നിരിക്കുന്നത്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. മതി. വിദ്വാൻമാർ ആമേൻ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരുടെ ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. ഇത് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. ബേത്ലഹേമിൽ കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. അനവധി ആൺകുഞ്ഞുങ്ങൾ അന്ന് മരിച്ചുപോയി. യേശു എന്ന ഒരാൺകുഞ്ഞ് ഭൂമിയിൽ ജനിച്ചപ്പോൾ അനവധി ആൺകുഞ്ഞുങ്ങൾ അന്ന് മരിച്ചുപോയി. എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഹെരോദാവ് ആളയച്ച് വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. ആമേൻ. ആൺകുഞ്ഞുങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ സൺഡേ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നത്. ആൺകുട്ടികളോട് പ്രത്യേകമായിട്ടൊരു പോര് വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സഹോദരന്മാരോട് പ്രത്യേകമായിട്ടൊരു പോര് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വളരെ തിരിച്ചറിയണം. തലമുറകൾക്ക് വേണ്ടി, വിശേഷാൽ ആൺതലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ പല പ്രവൃത്തികളും ആൺതലമുറകളെയാണ് വലച്ചു കളയുന്നത്. ആൺമക്കളെയാണ് പലതിനെയും പിടിച്ചുലച്ചു കളയുന്നത്. ആമേൻ സ്തോത്രം. പല സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫറവോന്റെ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആമേൻ അവിടെയും മോശ ജനിക്കുന്നതിന് തൊട്ടു മുമ്പേ ആൺകുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊന്നുകളയണമെന്ന് സൂതകർമ്മിണികൾക്ക് ഫറവോൻ ഉത്തരവ് കൊടുക്കുകയാണ്. ആൺകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? കൊന്നുകളയണം. എന്താണ് പ്രിയമക്കൾ ആൺകുഞ്ഞുങ്ങളോട് ഇത്ര പ്രശ്നം? ആൺകുഞ്ഞുങ്ങളോട് ഭയങ്കര വിരോധം. പെൺകുഞ്ഞുങ്ങൾ ജീവനോടെ ഇരിക്കട്ടെ എന്ന് അവിടെ പറയുന്നുണ്ട്. ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക, പെൺകുഞ്ഞുങ്ങൾ ജീവനോടെ എന്ത് ചെയ്യണം? ഇരിക്കുകയും വേണം. ആമേൻ. ലോകത്തിൻ്റെ 7 വൻകരകളിലും കർത്താവിൻ്റെ നാമവുമായിട്ട് ഏറെ ഓടാൻ സാധ്യതയുള്ളത് ആൺകുഞ്ഞുങ്ങളെന്ന ലോകം അറിയുന്നു. അതുകൊണ്ട് മുളയിലെ നുള്ളിക്കളയുവാൻ പിശാച് ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അധികമായി പല ദൈവദാസന്മാരും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഇവർ ദൈവത്തിനുള്ളവരാണ് എന്ന് മാറ്റി നിർത്തിയ തലമുറകൾ പോലും ഇന്ന് പല നിലവാരത്തിൽ പല ഓഫീസുകളുടെ ഒരു സ്ഥലത്ത് ഒരു കോണിലൊതുങ്ങി ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന തലമുറകളായി തീരുകയാണ്. പലതിനെയും ലോകം പിടിച്ച് ഒരു സ്ഥലത്ത് ഒരു സ്ഥാനത്താക്കി വെക്കുകയാണ്. അവർ പിന്നത്തെ ഇതിൽ ഓടത്തില്ല, അവരവിടെ ഇരിക്കുകയാണ്. ഉയർന്ന പൊസിഷനൊക്കെ കൊടുക്കും, ഏറ്റവും നല്ല സാലറിയൊക്കെ കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അവൻ അവിടെ ഒതുങ്ങിപ്പോകുകയാണ്. വളരെ ശ്രദ്ധിക്കണം പ്രിയ മക്കളെ. ആൺതലമുറകളെ തകർത്തു കളയാൻ ശ്രമിക്കുന്ന ചില വ്യാപാരങ്ങൾ സ്തോത്രം ദേശത്തിന്റെ മധ്യത്തിൽ ഉയർന്നു പൊങ്ങുമ്പോൾ ശക്തമായിട്ട് ദൈവജനം പ്രാർത്ഥിക്കണം. നമ്മൾ കഴിഞ്ഞ സൺഡേ പറഞ്ഞതുപോലെ ചർച്ചിൽ ഒരു സ്വതം പൈതങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന അടുത്ത സമയം നമ്മൾ ക്രമീകരിക്കും. അത് ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് സ്വതം എന്നോട് ഇടപെടുകയാണ്.
ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. യുവാക്കൾ, യുവതലമുറകൾ സ്വർഗത്തിലെ ദൈവത്തിനു വേണ്ടി സുഗ്രാഹ്യമായി തീരണം. അവർ ഈ നാളുകളിൽ എഴുന്നേറ്റ് വരണം. തിരുനാമത്തിൻ്റെ മഹത്വത്തിനും രാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമായി അവർ ഉതകണം. എവിടെയെല്ലാം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ആൺമക്കളോടുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വചനമെടുത്ത് ചിന്തിച്ചില്ല. കഴിഞ്ഞ സമയം നമ്മൾ ചിന്തിച്ചത് ആൺമക്കളാകുന്ന 2 കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ ആള് വരുന്നു, കടക്കാര് വരുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് എലീശ പ്രവാചകന്റെ അടുക്കൽ കടന്നു ചെല്ലുന്ന സ്വതം പ്രവാചകന്റെ ഭാര്യയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കടക്കാര് വന്ന് തൻ്റെ മക്കളെ എന്ത് ചെയ്യാൻ പോകുക? പിടിച്ചു കൊണ്ടുപോകാൻ പോകുക. അമ്മയുണ്ട്, അമ്മയെ വേണ്ട, തൻ്റെ മക്കളെ മതി. മക്കളെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ കടം വീട്ടത്തക്ക നിലവാരത്തിൽ അധ്വാനിപ്പിച്ച് ഒരു ഭാഗത്ത് ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന ലോകത്തിന് മുമ്പിൽ അവള് ദൈവസന്നിധിയിൽ ആശ്രയിപ്പാനിടയായി തീർന്നു. പ്രവാചകന്റെ അടുക്കൽ കടന്നു ചെന്ന് ആ കുഞ്ഞുങ്ങളെ വിടുവിച്ചെടുക്കുകയും അവരുടെ ശേഷം കാലത്തേക്കുള്ള ഉപജീവനത്തിലുള്ള വഴി പരിശുദ്ധ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2 ആൺമക്കളായിരുന്നു. ഞാൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, 2 ആൺമക്കളായിരുന്നു. സ്തോത്രം. ആദം ഹവ്വ ദമ്പതികൾക്ക് ജനിച്ച 2 ആൺമക്കൾ. സ്തോത്രം. അവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു, ഒരുവന് കയീൻ എന്നും മറ്റവന് ഹാബേൽ എന്നും പേര്. 2 സ്തോത്രം. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണ, ഒരപ്പനിൽ നിന്ന് ജനിച്ചിരിക്കുന്ന 2 ആൺമക്കൾ. ഇവര് 2 പേരും ഒരുപോലെ വളർന്നു. ഒരുത്തന് കയീനെന്നും ഒരുത്തന് ഹാബേൽ എന്നും പേര്. ഒരുത്തൻ ആട്ടിടയനും മറ്റവൻ കൃഷിക്കാരനുമായി വളർന്നു. വളർന്നു. 2 പേരും ദൈവത്തിന് ഒരു വഴിപാടുമായി കടന്നുപോയി. 2 പേരും ദൈവസന്നിധിയിൽ വഴിപാട് കൊടുത്തു. ഒരുത്തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ആകാത്ത തിന്മകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ഒരുത്തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ തിന്മ ഉള്ളത് നിമിത്തം അവനിൽ ദൈവം പ്രസാദിച്ചില്ല. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല. അവൻ നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തിന് കൊടുത്തത് നിമിത്തം അവനിൽ ദൈവം പ്രസാദിച്ചു. ഒരുത്തന് കോപമുണ്ടായി എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഒരുത്തന് ആരുടെ കോപം ഉണ്ടായത്? ചേട്ടന് അനിയനോട് കോപമുണ്ടായി. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ ആൺമക്കളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുന്നെല്ലാം വന്നിട്ട് വചനമൊന്നോ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത്, മുതിർന്നവർക്കാണ് ഇളയവരോട് കോപവും കൊല്ലണമെന്നുള്ള തിക്താനുഭവങ്ങളും ഉളവായി വരാൻ ഇടയായി തീർന്നത്. എവിടെയും നോക്കണം. സ്തോത്രം. ചേട്ടന്മാർക്ക് അനിയനെ എന്ത് ചെയ്യണം? കൊല്ലണം. സ്തോത്രം. ഇവിടെ ഹാബേല് സ്തോത്രം അനിയനാണ്. ഹാബേലിനെ ആര് കൊന്നു? കയീൻ കൊന്നു. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ ഒരു വലിയ സംഭവം ഉളവാകുകയാണ്. 2 പേരും ദൈവസന്നിധിയിൽ നിന്ന് നീതി പ്രാപിച്ച ഒരുത്തനെയാണ് കൊന്നുകളയാനിടയായി തീർന്നത്. മറ്റവൻ ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ചില്ല. ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കാത്തവൻ ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ചവനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അവൻ മരിക്കേണ്ടി വന്നു. നീതിയുള്ളവൻ സ്വന്തം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. യേശു കർത്താവ് പാപം ചെയ്യാതെ പരിശുദ്ധനായി ഭൂമിയിൽ അവതരിച്ചു. താൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ സാഹചര്യം വന്നു. പലരും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കൃപ ലഭിച്ച പലരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വരികയാ. ഇവിടെ ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവനിൽ ദൈവം പ്രസാദിച്ചു. അവന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പക്ഷെ അവൻ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? മാറ്റപ്പെടേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി അതിവിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് കടന്നു പോകുന്തോറും ഈ ലോകം നിനക്ക് അനുകൂലമല്ല. ലോകം നിനക്കെതിരെ എഴുന്നേൽപ്പാനിടയായി തീരും. പക്ഷെ ആ ലോകത്തെ ജയിപ്പാൻ തക്ക വിധത്തിൽ ഒരു ദൈവകൃപയും പരിശുദ്ധ ദൈവം നിന്റെ ജീവിതത്തിൽ പകർത്തു തന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ലോകത്തെ ജയിക്കാനുള്ള ഒരു ദൈവകൃപ. വചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യേശു എന്തിനെ ജയിച്ചിരിക്കുന്നു? ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള തലമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നത്. ഇവിടെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, വായിക്കാം. എന്നാൽ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയമക്കളെ.
അവൻ വയലിലേക്ക് കൊണ്ടുപോകുന്നത് രഹസ്യമായിട്ട് ഉപായത്താൽ അവനെ ചതിക്കണം, അവനെ കൊല്ലണം എന്ന തന്ത്രത്തോടുകൂടെ പ്ലാൻ ചെയ്ത് അവനെ കൊണ്ടുപോവുകയാണ്. ആമേൻ. അവർ രണ്ടുപേരും കൂടി വയലിൽ പോയി, വയലിൽ ഇരുന്ന് സംസാരിച്ചു. വയൽ ഇവന്റെ സ്ഥലമാ. ആമേൻ, സ്തോത്രം. ഈ കയ്യിന്റെ സ്ഥലമാ. അവനറിയാം കൃഷിയുടെ ഏത് ഭാഗത്തേക്ക്, ഏത് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവനെ വകവരുത്തി കഴിഞ്ഞാൽ ആരും അറിയത്തില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ ഒരു കൃഷിക്കാരനാണ്. കൃഷിയുടെ ഒരു ഭാഗത്തേക്ക് കടന്നുപോയി. അവര് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇവനോട് എന്ത് ചെയ്യുക? കയർക്കുകയാ, കോപിക്കുകയാ. കേട്ടോ പ്രിയമക്കളെ, ഒരു കാര്യവുമില്ല. ഹാബേല് ഒരു തെറ്റും അവിടെ ചെയ്തതായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തെറ്റൊന്നും ഹാബേൽ ചെയ്തിട്ടില്ല. ഒരു കാരണവുമില്ലാത്ത കാര്യത്തിൽ കയീൻ അവനെ ഉപായത്താൽ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അവിടെ വെച്ച് വെറുതെ അവനോട് എന്ത് ചെയ്യുക? കയർക്കുകയും ചെയ്തെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാറെ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു. ഹാബേലിനോട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട പ്രിയമക്കളെ, ഒരു കാര്യവുമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഹാബേലിനോട് കയീൻ അങ്ങ് കയർക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ? സ്വതം ഈവനിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. കേട്ടോ, സ്വതം ഈ ലോകത്തിന് അത് ഇഷ്ടമല്ല, പിശാചിന് അത് ഇഷ്ടമല്ല, സാത്താൻ അത് ഇഷ്ടമല്ല. നിന്നിൽ പകരുന്ന ദൈവകൃപയെ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിന്റെ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ ശക്തിപ്പെടുക, ബലപ്പെടുക. സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെയിരിക്കും. ആമേൻ. കൃപ കൊണ്ട് ഇവൻ മരിച്ചു പോയെങ്കിൽ അവന്റെ രക്തം പിന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങിയെന്ന വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. നീ തീരത്തില്ല പ്രിയ ദൈവവേദലെ. നീ ഇവിടം കൊണ്ട് തീരത്തില്ല. കൃപയുള്ളവനെ തകർത്ത് കളയാൻ ശക്തിക്കും കഴിയത്തില്ലെന്നേ. അവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്ന ആധികാരികമായ വചനം. അവൻ മരിച്ചാലും ജീവിക്കും. നിന്നെ ഈ ലോകത്തിൽ വെച്ച് സ്വതം ശത്രു തകർത്ത് കളയാൻ ശ്രമിച്ചെന്നാലും നീ ഇവിടം കൊണ്ട് തീരത്തില്ല. നീ ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കും. ആമേൻ. ഇവിടെ അവനെ സ്തോത്രം കയീൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഹാബേലിനെ കൊന്നുകളഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഹാബേല് മരിക്കുന്നത് കൊണ്ട് സ്തോത്രം നമുക്ക് വലിയ കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ മരിച്ചു പോകുന്നത് രണ്ട് ആൺമക്കളിൽ ഒരുത്തനാണ്. അപ്പനും അമ്മയ്ക്കും പ്രയോജനപ്പെടേണ്ട രണ്ടു മക്കളും അപ്പനും അമ്മയ്ക്കും പ്രയോജനപ്പെടാതെ വണ്ണം ഒരുത്തൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, മറ്റൊരുത്തൻ മറ്റൊരു പട്ടണത്തിലേക്ക് കടന്നുപോയി. അപ്പനും അമ്മയ്ക്കും ജനിച്ച രണ്ട് മക്കളും കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ആയിരുന്നില്ല. വളർത്തി വലുതാക്കി മാതാപിതാക്കൾക്ക് കൈക്കീഴെ നിന്ന് അവരെ പരിചരിക്കേണ്ടതായ രണ്ടും രണ്ട് തലത്തിൽ പോയി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലല്ലോ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വതം വളർത്തി വലുതാക്കി കരത്തിന്റെ കീഴെ നിർത്തിയ രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് അപ്പനോടും അമ്മയോടും കൂടെ ഇല്ല. ആമേൻ. ഇന്ന് പല ആത്മീക കുടുംബങ്ങളുടെയും അടിസ്ഥാനപരമായ അടിത്തറയെ തകർത്തുകൊണ്ട് പൈശാചിക ശക്തികൾ തലമുറകളുടെ ലക്ഷ്യം വെച്ച് അവരെ പരപ്പിലോടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കുക, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഇന്ന് രാത്രികാലം എത്ര പേർ ഒരുക്കപ്പെടും? ആമേൻ. മക്കളെ വിട്ടുകൊടുക്കരുത് പ്രിയമക്കളെ. സ്തോത്രം. അവർക്ക് വേണ്ടി ഉപവസിച്ചേക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. പിശാചിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇവിടെ ഒരുത്തൻ തകർക്കപ്പെട്ടു, പക്ഷെ മറ്റൊരുത്തൻ നിലനിന്നോ? ഇല്ല. അവനെ എവിടേക്ക് പോയി? കിഴക്കോട്ട് പോയി. കിഴക്ക് ദേശത്ത് ചെന്ന് അവൻ പാർക്കാൻ പോയി. രണ്ടുമില്ലെന്നേ. രണ്ട് മക്കള്, രണ്ട് ആൺമക്കള്. ആദം ഹവ്വ പിന്നെയും പുത്രന്മാരെ ജനിപ്പിച്ചെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കാണുവാൻ സാധിക്കുന്നത് ഈ രണ്ടും രണ്ട് തലത്തിൽ പോകാനിടയായിത്തീർന്നു. ഇവിടെ പിശാചിന്റെ തന്ത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സ്വതം ഇതിനോട് വാദിക്കുന്ന ഒരു പോരുണ്ട്. തലമുറകളോട് വാദിക്കുന്ന ഒരു പോരുണ്ട്. തലമുറകളോട് സ്വതം എതിർത്തു നിൽക്കുന്ന ഒരു പോരുണ്ട്. തലമുറകളെ നിലനിർത്തത്തില്ല എന്ന് വാദിക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. അതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇന്ന് രാത്രികാലം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം ആ വിഷയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് അവന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കട്ടെ. ആമേൻ.
അടുത്തൊരു, ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് കട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുക. അടുത്തൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആമേ അപ്പന് 2 മക്കളാണ്. ആമേ ഒരു ഒറ്റ പ്രസവത്തിൽ അമ്മ പ്രസവിച്ച ഒറ്റ പ്രസവത്തിൽ ആമേ ഒരു ഉദരത്തിൽ നിന്ന് തന്നെ ജനിച്ചു വീണ 2 മക്കള്. ആമേ സ്തോത്രം. യാക്കോബും ഏശാവും. ആമേ 27-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആമേ 41-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. ആമേ മൂത്തവന്റെ അനുഗ്രഹം ആമേ ഇളയവൻ പിടിച്ചു വാങ്ങിച്ചു എന്നുള്ള തലത്തിൽ ആമേൻ മൂത്തവൻ ചിന്തിക്കുന്നത് അവനെ ഇനി വെച്ചുകൊണ്ടിരിക്കരുത്, അവനെ എന്ത് ചെയ്ത് കളയണം, അവനെ കൊന്നു കളയണം. ആമേ സ്തോത്രം. ആമേൻ മൂത്തവൻ ഇളയവനെ കൊന്നു കളയുമെന്നുള്ള ആമേ സ്തോത്രം ആമേ വാർത്തകൾ ദേശത്തിന്റെ മധ്യത്തിൽ പരന്നു. അമ്മ പറഞ്ഞു ഓടിപ്പോയിക്കൊള്ളുക. ആമേ അപ്പൻ പറഞ്ഞു ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അങ്ങനെ ആമേ ഒരുത്തൻ ഓടിപ്പോയി, മറ്റൊരുത്തനോ മാതാപിതാക്കൾക്ക് വേദനയായി തീർന്നു. ആമേ ഒന്ന് വായിക്കാം. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് കൊല്ലുമെന്ന് യേശാവ് ഹൃദയത്തിൽ എന്ത് ചെയ്തു? പറഞ്ഞു. ആമേ സ്തോത്രം. മറ്റൊരു ചിന്തയുമില്ല പ്രിയമക്കളെ. കഴിഞ്ഞ ദിവസം അസൂയയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോ ഈ തലത്തിലൂടെ ഒക്കെ കടന്നു പോകാനിടയായിത്തീർന്നു. അസൂയ കയറി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് കൊലപാതകമാണ്. കൊല്ലണം, ഇല്ലായ്മ ചെയ്യണം, മുടിച്ചു കളയണം. ഇന്ന് പലരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കൊന്നവൻ മരിച്ചു പോവുകയും ചെയ്യും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. മറ്റവൻ ജയിലിലേക്ക് പോവുകയും ചെയ്യും. പിശാചിന്റെ തന്ത്രമാ പ്രിയമക്കളെ. ആമേ പിശാചിന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ. ആർക്ക് ജീവിക്കാൻ പറ്റും? ഒരുത്തനെ കൊന്നു. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേ സ്തോത്രം. മരിച്ചവൻ മരിച്ചു പോകും. ആമേ ജീവനോട് ഇരിക്കുന്നവനോ ജയിലിൽ പോകും. ആമേ ഇവിടെയും സംഭവിക്കുന്നത് ഏശാവ് ഒരൊറ്റ പ്രഖ്യാപനമാണ്. ആമേ അവനെ ഞാൻ എന്ത് ചെയ്യും? കൊല്ലും. ആമേ സ്വതം ഈ വാർത്ത പരന്നപ്പോൾ ആമേ സ്വതം മരിക്കാതിരിക്കേണ്ടതിനായി ആമേ യാക്കോബ് ഓടിപ്പോകും. നഷ്ടമാർക്കാന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കാണെന്നേ. 2 മക്കളും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നഷ്ടം കുടുംബത്തിനാണെന്നേ. തലമുറകളുടെ അകത്തളത്തിൽ പിശാച് കൊണ്ടുവന്ന പ്രതിസന്ധികൾ ഇടുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ആമേ അവരുടെ ജീവിതത്തിലെല്ലാം മറിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ആമേ ദൈവസ്ഥലും മക്കൾക്ക് വേണ്ടി ആമേ കരുതുന്ന മാതാപിതാക്കൾക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. മറ്റാർക്കുമല്ല നഷ്ടം സംഭവിക്കുന്നത്. ആമേ നഷ്ടം സംഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്കാണേ. നഷ്ടം സംഭവിക്കുന്നത് ആരാധിക്കുന്നവർക്കാണേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇസഹാക്ക് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യന്, റിബേക്ക എന്ന് പറയുന്ന ഭക്തിയായ ഒരു ആമേൻ സ്ത്രീക്ക് നഷ്ടപ്പെടുകയാ. എന്ത്? പലതും. ആമേൻ മക്കള് 2 വഴിക്ക് പിരിഞ്ഞു. ആമേൻ ഒരു മകൻ അപ്പനും അമ്മയ്ക്കും എന്നും വേദനയായി തീരത്തക്ക നിലവാരത്തിൽ. കനാന്യ സ്ത്രീകൾ അപ്പന് ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും അവൻ ഒരു വിവാഹം കൂടി കഴിച്ചു. ആമേൻ. അപ്പനെ വേദനിപ്പിക്കുവാൻ, അമ്മയെ വേദനിപ്പിക്കുവാൻ അടിക്കടി ശ്രമം തുടരുകയാണ്. ആമേ മറ്റവൻ ഓടിപ്പോയി. ആമേ ജീവിതകാലം ഏറിയ കാലം ആമേ സ്വന്തം മറ്റു പല ഇടങ്ങളിൽ പലായനം ചെയ്ത് ജീവിക്കുകയാ. മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴി ഇല്ലാതെ. ആമേൻ. ഇന്ന് പലരുടെയും കുടുംബജീവിതത്തിനകത്തളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പരാജയമാ പ്രിയ മക്കളെ. കൂടെ നിൽക്കേണ്ട പലതിനെയും അകറ്റിക്കളയുന്ന ശത്രുവിന്റെ പദ്ധതികൾ. ഹല്ലേലൂയ. ആശ്രയമായി തീരേണ്ട തലമുറകളെ ആമേശ്വതം തകർത്തു കളയാൻ ശ്രമിക്കുന്ന പൈശാചിക വെല്ലുവിളികൾ, ഇതിനെ തകർക്കണം. ആമേശ്വതം ഇതിനെ ദൈവജനം തിരിച്ചറിയണം. ആത്മാവിൽ ആരാധിച്ചും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചും ചില കെട്ടുകളെ നുകങ്ങളെ അഴിച്ചു കളയുവാൻ ആത്മാവിൽ എത്ര പേര് ഒരുക്കപ്പെടും. ആമേ നിന്റെ കൈക്കീഴെ നിൽക്കേണ്ട നിന്റെ തലമുറകളെ ആമേ ശത്രുവായവൻ അവന്റെ കരത്തിൽ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവജനം ഒന്ന് തിരിച്ചറിയട്ടെ. ചിലതിനെ എഴുന്നേൽക്കട്ടെ. ആമേൻ. ഇവിടെ 2 മക്കളും ആമേൻ സ്തോത്രം. ഒരുത്തനോട് മറ്റവൻ കൊല്ലുമെന്നാ പറയുന്നത്. വായിച്ചോ, താഴേക്ക് വായിച്ചോ.
മൂത്ത മകനായ യേശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്ന് പകവീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോക. നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക. എത്ര വർഷമാ പാർത്തത്? 20 വർഷം അവന്റെ അനുഗ്രഹത്തെ തടുത്ത് കളഞ്ഞെന്നാ പറയുന്നത്. പിന്നത്തിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട്. ആമേ സ്തോത്രം. ആമ ഏറിയ വർഷങ്ങളോളം അപ്പൻ നല്ല കണ്ണുള്ള സമയത്തല്ല മകൻ പോകുന്നത്. അപ്പന് കണ്ണ് മങ്ങിയ സമയത്താ, കണ്ണിന് കാഴ്ചയില്ലാത്ത സമയത്ത്, ഈ സമയത്ത് മകൻ കൂടെ വേണ്ടത്, ഈ സമയത്ത് മക്കൾ കൂടെ ഇരിക്കേണ്ടത്. ആരോഗ്യമുള്ള സമയത്തല്ല, ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത് ആമേ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി കരുതുവാൻ ആമെ കൂടെ നിൽക്കേണ്ട മക്കളെ പിശാച് എന്ത് ചെയ്തു? ഓടിച്ചു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു സംഭവമാ, പ്രത്യേകിച്ച് ദൈവ മക്കളുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ ആമേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ ഒരു സംഭവമാ. എനിക്ക് പരിചയമുള്ള പലരും ആമേ സ്തോത്രം കിഴക്കോട്ടൊക്കെ പോയി കഴിയുന്ന കുറെ ആളുകൾ പരിചയക്കാരുണ്ട്. ആമേ അവര് പറയുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ആമേ പപ്പ വീട്ടിൽ തനിച്ച, മമ്മ വീട്ടിൽ തനിച്ച, അല്ലെങ്കിൽ പപ്പയും മമ്മയും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പപ്പയും ഒരു പട്ടിയും മാത്രമേ ഉള്ളൂ. ആമേ സ്തോത്രം. അല്ലെങ്കിൽ മമ്മയും പട്ടിയും മാത്രമേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും അവിടെ ജോലിക്ക് വരുന്ന ആളുകൾ പകലുണ്ടാകും, രാത്രി ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ഓടിയവരാ. ആമേ ഒരു കാലഘട്ടത്തിൽ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചവരാ. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിലനിന്നവരാ. പക്ഷെ ഇന്ന് ആമേ സ്വന്തം അവരുടെ കൂടെ ആരുമില്ല. ആമേ 38 വർഷമായിട്ട് ബെഥെസ്ദ കുളക്കടവിൽ കിടക്കുന്നവൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സൗഖ്യമാകുന്നതിനേക്കാൾ അധികമായിട്ട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ സൗഖ്യമൊക്കെ അത് 2ാമത്തെ സെക്ഷനിൽ അങ്ങ് നിൽക്കട്ടെ, ഞാൻ കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിന്റെ അടുക്കൽ ആക്കുവാൻ ആരും എനിക്കില്ല. ആദ്യ കാലഘട്ടത്തിൽ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുളക്കടവിൽ കടന്നു വന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. എൻ്റെ പണമെല്ലാം തീർന്നു, എൻ്റെ വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു. ആമേശ്വരൻ എന്നോട് കൂടെ ഉണ്ടായിരുന്ന പലരും എന്നെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ മരുമക്കള്, എൻ്റെ കൊച്ചുമക്കള്, എൻ്റെ സ്വന്തക്കാര്, ബന്ധക്കാര് എല്ലാവരും എന്നെ വിട്ട് അകന്നുപോയി. എനിക്കാരുമില്ല. കുളക്കടവിൽ കിടക്കുകയാ പ്രിയ മക്കളെ. ആമേശ്വരം എല്ലാം നഷ്ടപ്പെട്ട് അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വേദനകളാണ്. ആമേ കാരണം അവന് എന്തില്ല? ആരുമില്ല. യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ ഉത്തരം പറയുന്നത് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്നാണ്. പക്ഷെ ഇവൻ പറയുന്നത് അങ്ങനെയല്ല. ആമേ കർത്താവെ കുളം കലങ്ങും വാക്യം ഒന്ന് കയറി വന്നതുകൊണ്ട് ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ആമേ സ്വതം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഒന്ന് ശ്രദ്ധിച്ചേ. 38 വർഷമായിട്ട് സൗഖ്യമില്ലാതെ കിടക്കുന്നവന്റെ അടുക്കൽ കടന്നു വന്ന് യേശു ചോദിക്കുമ്പോ അവന്റെ കാമസ്വതം ന്യായമായ മറുപടി എന്തായിരിക്കും? ഉണ്ട് കർത്താവേ, സൗഖ്യമാകാൻ മനസ്സുണ്ടോന്നോ? നീ എന്ത് ചോദ്യമാ ചോദിക്കുന്നത്? 38 വർഷമായിട്ട് കുളക്കടവിൽ കിടക്കുന്നത് സൗഖ്യമാകാൻ വേണ്ടിയാ. ആമേ എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് എന്നുള്ളതാണ് ഇവനിൽ നിന്ന് ആമേ പറയേണ്ടതായ ഉത്തരം. പക്ഷെ അവൻ പറയുന്നത് അങ്ങനെയല്ല. ആമേ ആ ഉത്തരം പറയുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. കേട്ടോ പ്രിയ മക്കളെ, കയ്യിൽ 10 രൂപയും ആമേ സ്വന്തം കയ്യിൽ നല്ല നന്മയും ആമേ ആസ്വാധീനവും അധികാരവും ഉള്ള സമയത്ത് പലരും നിന്നോട് കൂടെ നിന്നിരിക്കാം. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വരും. ആ കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് ആമേ യഥാർത്ഥമായ സ്നേഹിതൻ. ആ കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്യുന്ന യേശു. ആര് കൈവിട്ടാലും
വിട്ടുകളഞ്ഞെന്നാലും അവൻ നിന്നെ കൈവിടുകയില്ല. Praise the Lord. ഇവിടെ ഇവന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? ആമേൻ. വെള്ളം കലങ്ങുമ്പോ കുളത്തിലാക്കാൻ ആരുമില്ല. ആമേ. രോഗി അവനോട്, യജമാനേ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേ. സ്വതം കേൾക്കണം പ്രിയ മക്കളെ. ആമേ. സൗഖ്യമാകാൻ മനസ്സുണ്ട് എന്ന് പറയുന്ന ഉത്തരത്തെക്കാൾ അധികമായിട്ട് അവൻ വിളിച്ചു പറയുന്നത്, എനിക്ക് ആരുമില്ല കർത്താവേ. പലരും ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരുമില്ല. ചുറ്റുപാടിൽ നിന്ന് പലരും പോയി. കണ്ണിന്റെ മുമ്പിലൂടെ ഒരുപാട് വ്യക്തിത്വങ്ങൾ സൗഖ്യം പ്രാപിച്ചു പോകുകയാ. ഒരുമിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്ന പല വ്യക്തിത്വങ്ങളും പല വിടുതലുകളും പ്രാപിച്ച്, പല നന്മകളും പ്രാപിച്ച്, പല അനുഗ്രഹങ്ങളും പ്രാപിച്ച്, പല സൗഖ്യങ്ങളും പ്രാപിച്ച് കടന്നു പോകുന്നത് ഇവന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ വിടുതലില്ല. ഒന്നുമില്ലാതായി കിടക്കുന്നവനിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരു യേശുവുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്നെയാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. നിനക്ക് വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത്. ആരുമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടി യേശു വരുന്നത്. ആമേൻ. അപ്പോ ഇവിടുത്തെ സിറ്റുവേഷൻ അതാ. ആമേശ്വര കണ്ണുമങ്ങി ഇസഹാക്ക്, ആദഹം ദമ്പതികള്, മക്കളുണ്ടെന്നേ, പേരിന് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോ ആരുമില്ല. മക്കളെ ഓടിച്ചു, മക്കളെ ചിതറിച്ചു. ആമേ. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ടു. ആരായിട്ടത്? പിശാച. ആമേ. മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചോളണം. ആമേ. സ്തോത്രം. നമ്മുടെ മക്കളുടെ അകത്തളത്തിൽ വീടുന്ന എന്തേലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം, അതിനെ ശാസിച്ച് നിങ്ങൾ ജയിച്ചോളണം പ്രിയ മക്കളെ. ആമേ. ചെറിയ വിഷയങ്ങളായിരിക്കാം, അതിനെ ചെറുതായിട്ട് കാണരുത്. അതിനെ വലുതായിട്ട് തന്നെ കണ്ടിട്ട് അതിന്റെ മധ്യത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തക്ക വിധം ആത്മാവിൽ ദൈവജനം ഒരുക്കപ്പെടുന്നു എങ്കിൽ പിന്നാമ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ചില മുഖങ്ങളെ സർവശക്തനായ ദൈവം മുളയിലെ ഒടിച്ചു കളഞ്ഞുകൊണ്ട് അതിന്റെ മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ നമ്മെ ശക്തീകരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. തകർത്ത് കളയുക. ആമേൻ. മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവർ രണ്ടുപേരും ഓടിപ്പോയി. മറ്റവൻ കൊല്ലുമെന്നാ പറയുന്നത്. എന്ത് ചെയ്യും? കൊന്നുകളയും. ആമേ. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ആമേ നമുക്ക് കാണുവാൻ, ജോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ ഇവരോടെല്ലാം പോരാട്ടമാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആമേ. ശിംശോനെ തകർത്ത് കളയണം. ആമേ. ശിംശോനെ കൊന്നുകളയണം. ശലോമോനെ വട്ടം പിടിക്കുകയാ. ആമേൻ. എവിടെയെല്ലാം ഏതെല്ലാം ആമേ സ്തോത്രം വ്യക്തിത്വങ്ങളുണ്ടോ ദാവീദിന്റെ മക്കളെ തമ്മിൽ തല്ലി തകർത്തു. പിശാചിന്റെ പദ്ധതിയാ. ആമേ. ദാവീദിന്റെ പുത്രന്മാർ തമ്മിൽ ആമേ കൊല്ലാനും ആമേ തമ്മിൽ തല്ലാനും തുടങ്ങി. അബ്ശാലോം രാജകുമാരൻ അമ്നോനെ നോട്ടമിട്ട് നടക്കുകയാ. ആമേ. എന്തിനു വേണ്ടി? അവനെ കൊല്ലണം. ആമേ സ്വതം. ഇവിടെ ആമേ ഈ വിശുദ്ധന്മാരുടെ ആമേ കുടുംബത്തിനകത്തളത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചപ്പോ ദാരുണമായ സംഭവമാ പ്രിയ മക്കളെ. ആരുടെ കുടുംബത്തിലാ? വിശുദ്ധന്മാരുടെ കുടുംബത്തിൽ. ആമേ. ചേട്ടന്മാര് ജോസഫിനെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? കൊന്നുകളയണം. അവനെ കൊന്നുകളയണം എന്നുള്ള വാർത്തയാണ് അവിടെ ആമേ പരക്കുന്നത്. പക്ഷെ കൊല്ലാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം സൂക്ഷിച്ചു. ദൈവം കരുതുകയാ, പിശാച് തകർത്തു കളയാൻ വെല്ലുവിളിക്കുമ്പോൾ ആമേ അതിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവിറങ്ങുകയാ. പ്രാർത്ഥിക്കുന്ന മാതാവുണ്ടോ? പ്രാർത്ഥിക്കുന്ന പിതാവുണ്ടോ? നിന്റെ തലമുറയെ സൂക്ഷിപ്പാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയട്ടെ. ആമേ സ്വതം. നീ അറിയാതെ ആമേ നിന്റെ തലമുറകളുടെ മേൽ കൈവെക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ആമേൻ. ഇവിടെ അവരെ തകർത്ത് മുന്നോട്ട് പോവുകയാ. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു എന്ത് ചെയ്തെന്നറിയാമോ? ഓരോ കുടുംബത്തിൽ നിന്നും സഹോദരന്മാരെ തന്നെ എന്ത് ചെയ്യുക? എടാ ദുഷ്ടപിശാച്, നീ എന്താ കരുതിയത്? ആമേൻ. ആമേ. സഹോദരന്മാരെ തമ്മിൽ തല്ലിച്ച് പല വഴിക്ക് ഓടിക്കുമ്പോൾ ആമേ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ കുടുംബത്തിൽ നിന്നും വേറെ ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ പ്രിയ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കണം. 12 കുടുംബത്തിൽ നിന്ന് 12 എടുത്താ പോരെ?
ആമേശ്വത അല്ലെന്നേ, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആമേശ്വത ഒന്നിനെയും രണ്ടിനെയും സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുക? വിടിവിച്ചെടുക്കുകയാ. മാത്രമല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിളിച്ചു പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബം അടക്കം സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിക്കാൻ തുടങ്ങി. ആമേശ്വത പിശാച് പലതിനെ ചിതറിക്കാൻ തുടങ്ങിയപ്പോൾ സർവശക്തനായ ദൈവം കുടുംബം അടക്കം വിടിവിക്കാൻ തുടങ്ങിയെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളുടെ മുമ്പാകെ തെളിവ് തരികയാ. ഓരോ ഗോത്രങ്ങൾ, ഓരോ കുടുംബങ്ങള്, കുടുംബം, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികളെ മുഴുവനെയും കേട്ടോ ദൈവപ്രവർത്തി. അതാ പഴയ നിയമത്തിൽ പിശാച് ഏറ്റവും അധികമായി ഉപയോഗിച്ച പാറ്റേൺ ഇതായിരുന്നു. കുടുംബ ബന്ധങ്ങൾ എന്ത് ചെയ്യുക? തകർത്തു കളയുക. ആമേശ്വത അബ്ശാലോം രാജകുമാരൻ എഴുന്നേറ്റു. അവനിൽ ആമേശ്വത പൈശാചിക ശക്തി വ്യാപരിച്ചു. ആമെ കൊല്ലാനുള്ള മോഹം ജനിച്ചു. ആമെ ചിലതിനെയൊക്കെ അവൻ വകവരുത്തി. ആമെ അപ്പനെ പോലും കൊന്നുകളയുവാൻ അവൻ എഴുന്നേൽക്കുകയാ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ എല്ലാം കാണുവാൻ സാധിക്കുന്നത് ആമെ കൊല്ലണം, കൊല്ലണം, കൊല്ലണം. ആമേ സ്തോത്രം. കുടുംബത്തിന്റെ അകത്തളത്തിൽ ശിഥിലമുണ്ടാക്കണം, കുടുംബത്തിന്റെ അകത്തളത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കണം. ആമെ ഐക്യതയും യൂണിറ്റിയും തകർത്തുകൊണ്ട് ആമേ സ്തോത്രം പിശാചിനെ അവിടെ ജയിക്കണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ അട്ടിമറിച്ചുകൊണ്ട് ആമേശ്വര ദൈവികമായ സ്നേഹത്തിൽ ആമെ കുടുംബങ്ങളെ വിളിച്ചു വേർതിരിക്കുന്നത് ആമെ നമ്മുടെ കണ്ണിന് മുമ്പാകെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ തന്ത്രങ്ങളെ, ആമേ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ആര് വന്നത്? ആ സ്തോത്രം. പിശാചൻ അഴിക്കുകയാ പ്രിയ മക്കളെ. ആമേ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കെട്ട് ആമേ യേശു അഴിക്കും. നിങ്ങൾ വിശ്വസിക്കുക. ആമേ തലമുറകളുടെ മേൽ ആധിപത്യം കിടക്കുന്ന ചില ആധിപത്യത്തിന്റെ ശക്തികളെ സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം അഴിച്ചു കളയുകയാണ്. നിന്റെ തലമുറ അന്യാധീനപ്പെട്ടു പോകത്തില്ല. നിന്റെ തലമുറ സ്വർഗത്തിലെ ദൈവത്തിന് ഗുണകരമായി തീരും. ആമേൻ. പിശാച് തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ യേശു എന്ത് ചെയ്യും? പണിതെടുക്കും പ്രിയ മക്കളെ. യേശു എന്ത് ചെയ്യും? പണിതെടുക്കും. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേ സ്തോത്രം, യേശുവിന്റെ സെലക്ഷൻ ഒന്ന് നോക്കണം. യേശുവിന്റെ സെലക്ഷൻ ഇവർക്ക് വലിയ കാര്യമായ ആമേ സ്തോത്രം പ്രാപ്തിയുള്ള ആളുകളൊന്നും അല്ലെന്നേ. ആമേ മുക്കുവന്മാരായിരിക്കുന്ന ഒരു കുടുംബത്തിലെ 2 എണ്ണത്തിനെ പരിശുദ്ധ ദൈവം പൊക്കുകയാ. 2 ആൺമക്കളാ. ആമേ സ്തോത്രം. ആമേ കയീനെ ഹാബേലെയും തകർത്ത് കളഞ്ഞതുപോലെയല്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഏശാവിനെയും യാക്കോബിനെയും ഭിന്നിപ്പിച്ച് ഓടിച്ച് കളഞ്ഞതുപോലെയല്ല. ഒരുമിച്ച് നിൽക്കുകയാ. ആമേ യോഹന്നാൻ, യാക്കോബ് എന്നൊക്കെ പറയുന്ന ഇടിമക്കളാ പ്രിയ മക്കളെ. ആമേ സ്തോത്രം. എന്തു ചെയ്തെന്നാലും ആമേ പിശാചിന് ഇടം കൊടുക്കാതെ വണ്ണം ആമേ വിശ്വാസമുള്ളവരായിരുന്നു. വിശ്വാസം. യേശു പലപ്പോഴും കൂടെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഇവരൊക്കെയാ. ആമേ സ്തോത്രം. ആത്മാവിന്റെ കൃപയും ദൈവശക്തിയുള്ള കുഞ്ഞുങ്ങളാ. ആമേ സ്തോത്രം. ഒരു സമയം അവരുടെ ജീവിതത്തിൽ ആമേ ഒരു അബദ്ധം സംഭവിച്ചു. ആമേ പക്ഷേ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെന്ന് പറഞ്ഞ അമ്മയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആമേ സ്തോത്രം മക്കളായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായിരുന്നു. കൂടെ നിൽക്കുന്നവരായിരുന്നേ. ആമേ പോരാത്തതിന് യോഹന്നാനോട് യേശു പറയുന്നുണ്ട്, മറിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ കരുതിക്കൊള്ളണം, സ്നേഹമുള്ളവരായിരുന്നേ. ആമേ സ്തോത്രം. കൂടെ നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിർത്താം. ആമേ ഒക്കെയും ആമേ സ്നേഹത്തിൽ ആമേ സ്വതം നിർത്തുന്ന ആമേ ഒരു കൂട്ടം ആളുകളെ പരിശുദ്ധ ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പിശാച് ചിതറിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? യോജിപ്പിക്കുകയാ. അവരെല്ലാം ഒരുമിച്ച് കൂടി, അല്ലേ? അങ്ങനെയല്ല വായിക്കുന്നത്. മാർക്കോസിന്റെ മാളിക മുറിക്കകത്ത് എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേട്ടോ? ആമേ സ്തോത്രം. തലമുറകളുടെ മേൽ അന്നത്തെ പാറ്റേൺ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആര്? പിശാച്. ബുദ്ധിയില്ലാത്തവനാ. ആമേ ദൈവജനം ഇതിനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ആമേ സ്തോത്രം. ആമേ തലമുറകൾക്ക് വേണ്ടി കരുതണം പ്രിയ മക്കളെ. എന്ത് കരുതണം? സമ്പത്തല്ല, പ്രാർത്ഥന. ആമേ ഉപവാസം. ആമേ ഉപവാസം, പ്രാർത്ഥന, ആരാധന. ആമേ മക്കളെ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറകൾ നിന്നെ കൈക്കീഴെ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. ആമേ. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ചെയ്യത്തില്ല, അനുവദിക്കത്തില്ലെന്ന് വളർത്തണം. കുഞ്ഞുങ്ങളോട് വിളിച്ചു പറഞ്ഞു കൊടുക്കണം. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യേണ്ടവരാ. കേട്ടോ? ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വേലക്ക് അനവധി വ്യക്തിത്വങ്ങൾ ആവശ്യമുണ്ട്. പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നതാണെന്ന്. അതല്ല പ്രിയ മക്കളെ. ആമേശ്വരം. അങ്ങനെയുള്ള വേലക്കാരും ഉണ്ട്. ആമേശ്വരം അവരെ ഇടയന്മാരെന്ന് പറയും. അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകന്മാരും തന്നെ പുറത്തു വേല ചെയ്യേണ്ടവരാണ്.
ആമേ സ്തോത്രം. സുവിശേഷകന്മാര് പുറത്താ, അപ്പോസ്തലന്മാര് പുറത്താ. ആമേ സ്തോത്രം. ആമേ പ്രവാചകന്മാരെ പല സ്ഥലങ്ങളിലേക്കായിട്ട് വരുത്തിയും കൊണ്ടുവന്നും നിർത്തിയും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ആമേ ഉപദേശകന്മാര് പുറത്താ. ആമേ സ്തോത്രം. എന്നാൽ പിശാച് ഇന്ന് ദൈവസഭകളുടെ അകത്തളത്തിൽ ഭിന്നതകളും ഇടർച്ചകളും കൊണ്ടുവന്നിടുന്ന ഏറ്റവും വലിയൊരു പാറ്റേൺ ആണ് അകത്തളത്തിൽ. ആമേ സ്തോത്രം. എന്തുകൊണ്ടുവരും? ഭിന്നത കൊണ്ടുവരും. എങ്ങനെയുള്ള തലത്തിൽ? ശുശ്രൂഷ തലത്തിൽ. ആമേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിനെ തകർത്തു കളയുവാൻ ആത്മാവിന്റെ ശക്തിയോടെ ദൈവജനം എഴുന്നേൽക്കണമെന്ന് ആമേ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. ആമേ വിളഞ്ഞു കിടക്കുന്ന പാടമാ. ആമേ കഴിഞ്ഞ സൺഡേ നമ്മൾ ആ വിഷയത്തെ തൊട്ടു. ആമേ സ്തോത്രം. കൂടെ വന്നിരിക്കുന്ന ആമേ റൂത്ത്, ആമേ സ്തോത്രം, നവോമിയുടെ കൂടെ വന്നിരിക്കുന്ന റൂത്ത്, ആമേ സ്തോത്രം, അവള് ബെത്ലഹേമിൽ എത്തിയപ്പോ ആമേ സ്തോത്രം അവളുടെ നിലവാരം മാറി. മോവാബിൽ അവൾ ഒരു വീട്ടിനകത്ത് ഒതുങ്ങിയിരുന്ന ആളാ. പക്ഷേ ബെത്ലഹേമിൽ വന്നപ്പോ അവൾ എന്ത് ചെയ്തു? ഇറങ്ങുകയാ. കേട്ടോ പ്രിയ മക്കളെ, ആമേ സ്തോത്രം. നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ കാലടക്കി വീട്ടിലിരുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം. പക്ഷെ വിളിച്ചു വേർതിരിച്ചവന്റെ വേലയെ ചെയ്തെടുപ്പാൻ തക്ക വിധം ഇറങ്ങുവാൻ നിനക്ക് മനസ്സുണ്ട്. വിളഞ്ഞു കിടക്കുന്ന പാടത്തേക്ക്, ലോകമാകുന്ന പാടത്തേക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ എത്ര പേർ മനസ്സൊരുക്കമുണ്ട്? അവരെയാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. ആമേ. യേശു 12 പേരെ തിരഞ്ഞെടുത്തിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണം? പോകാനല്ലേ പറഞ്ഞത്? നിൽക്കാനാണോ പറഞ്ഞത്? ഇവിടെ ഇരിക്കാനാണോ പറഞ്ഞത്? എന്ത് ചെയ്യണം? നമുക്കെന്താ ഇഷ്ടം? നമുക്കെന്താ ഇഷ്ടം? ഒരു സ്ഥലത്ത് നിൽക്കാനല്ലേ? ആമേ സ്തോത്രം. ചിതറിക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. അപ്പോസ്തലന്മാർക്ക് ഇതുപോലത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ സഭയൊക്കെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് ഇരിക്കാം. എന്താ സംഭവിച്ചത്? ചിതറിച്ചു. കാരണം ദൈവത്തിന് ലാഭം വേണ്ടേ? യേശുവിന് ലാഭം വേണ്ടേ? നമുക്കല്ലേ ലാഭം പറയുന്നേ മക്കളെ? ചോദിക്കുന്നതെല്ലാം കർത്താവ് തരണം. തന്നില്ലെങ്കിൽ കർത്താവിനോട് വഴക്കിടും, അല്ലെങ്കിൽ മീറ്റിങ്ങിന് വരത്തില്ല, മുഖം കറുപ്പിച്ച് കാണിക്കും, പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കത്തില്ല. ഫീലിംഗ് എല്ലാം വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്ക് നമ്മളിൽ നിന്ന് ഉടലെടുക്കും. ആമേ. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കും. ആമേ. നശിച്ചു പോകണ്ടല്ല എന്ന് കരുതിക്കൊണ്ട് കർത്താവ് പലതും തരും. ഭീഷണിപ്പെടുത്തും ദൈവത്തിന്. ഞാൻ അല്ലെങ്കിൽ മീറ്റിങ്ങിന് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല, ആരാധനക്ക് പോകത്തില്ല, കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ദേഷ്യപ്പെടും ഭയങ്കരമായിട്ടൊക്കെ. എങ്കിലും കർത്താവ് നമ്മളുടെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് പലതൊക്കെ തന്ന് നമ്മളെ നടത്തും. ദൈവത്തിന് എന്തെങ്കിലും ലാഭം നമ്മൾ നിമിത്തം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ നിമിത്തം യേശുവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നുണ്ടോ? നമുക്കെപ്പോഴും ലാഭമല്ലേ? ചോദിക്കുന്നതെല്ലാം തരുന്നില്ലേ? യേശുവിന് ലാഭമുണ്ടോ? യേശുവിന് ലാഭം വരുന്നത് എങ്ങനെയാ? ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ ദൈവം ഇറക്കും. ആവശ്യമുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒരു നന്മയുടെ അളവ് സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിന്നെ ഇറക്കും. പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കായിട്ട് ഇറക്കും. ആമേ. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇറക്കും. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ആ വായിച്ച വാക്യം. ആമേ. അപ്പോസ്തല പ്രവർത്തനം മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്നിവരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി. ഒന്നാമൻ പത്രോസ്, അവന്റെ സഹോദരൻ അന്ത്രയോസ്, രണ്ടാമത്തെ സെറ്റ് പറയുന്നത് സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ. 4 വീട്ടിൽ നിന്ന് 4 എണ്ണത്തിന് എടുത്ത പോരെ? 2 വീട്ടിൽ നിന്ന് 4 എണ്ണത്തിന് എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് 4 വീട്ടിൽ നിന്ന് 4 എണ്ണത്തിന് എടുത്ത പോരെ? ആമേൻ. പോരെ പ്രിയ മക്കളെ? ഹല്ലേലൂയ. സ്വർഗം തിരിച്ചു പിടിക്കുകയാ കേട്ടോ. അമേസ്വതം കുറേനക്കാരനായ ശീമോൻ ക്രൂശിച്ചു വന്നപ്പോൾ തന്റെ 2 മക്കള് അലക്സാണ്ടറും റൂഫോസും ചിതറിപ്പോയെന്നല്ല പറയുന്നത്,
അവര് കർത്താവിൽ പ്രബലപ്പെട്ടെന്ന് പറയുന്നത്. ആമേ, അതുപോലെ പുതിയ നിയമത്തിന്റെ തലമുറകളെ സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ തന്നെ കരത്തിൽ വഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരെ ദൈവകരങ്ങളിൽ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചു. ഇടിവിൽ നിൽക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മക്കൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈ കീഴെ നിൽക്കും പ്രിയ മക്കളെ. അപ്പോ യേശു കുടുംബമായിട്ടൊക്കെ വിടുവിക്കുകയാ. ആമേൻ. പിശാച് അന്ന് തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് യേശു പണിയുകയാണെന്നേ. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് ഒരുത്തനായിരിക്കും വിശ്വാസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റു പലരെയും കർത്താവ് വിടുവിക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയാമോ? പിശാചിന്റെ പ്രവർത്തികളെ തകർത്ത് കളയാൻ വേണ്ടിയാ. പിശാച് ഒരിക്കലും ജയിച്ചവനല്ല, അവൻ തോറ്റവനാണ്. പിശാച് തോറ്റ് തകർന്നവനാണ്. അവൻ ഒരിക്കലും ദൈവജനത്തെ ജയിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ പിശാചിന് പറ്റത്തില്ല. പ്രാർത്ഥിക്കാത്തവനൊക്കെ പിശാച് പിടിച്ചെന്നിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ, കേട്ടോ പ്രിയ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കും. ഇതൊരു ദൂത. നമ്മൾ അടുത്ത സമയങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുന്നുണ്ട്. ഇവർ കൈക്കീഴെ നിൽക്കണം. ഹല്ലേലൂയ. തിരുനാമത്തിന് മഹത്വത്തിനായി തീരണം. ദൈവമക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചോ നിങ്ങൾ. മക്കൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. പൈലറ്റ് ആയില്ലെങ്കിലും ഡോക്ടർ ആയില്ലെങ്കിലും അവനൊരു സുവിശേഷകനായി തീരുവാൻ തക്ക വിധം, അവനൊരു അപ്പോസ്തലനായി തീരുവാൻ തക്ക വിധം, അവനൊരു പ്രവാചകനായി തീരുവാൻ തക്ക വിധം ആത്മാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പഴയ നിയമത്തിലെ പല കുടുംബങ്ങളുടെ അകത്തളത്തിൽ പിശാച് കയറി മക്കളെ തമ്മിൽ തകർത്തു. പുതിയ നിയമത്തിൽ യേശു തിരിച്ചു പിടിക്കുക. അപ്പൊ അതുകൊണ്ട് മക്കളെ ഗണ്യമായിട്ട് കാണാതിരിക്കരുത്. അവർക്ക് വേണ്ടി നല്ല രീതിയിൽ ഒരു ഇടിവിൽ നിൽപ്പ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ നാം അറിയാത്തവരല്ലല്ലോ, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ മക്കളെ. ഹല്ലേലൂയ. യേശുവിന്റെ ജനന സമയത്ത് 2 വയസ്സിൽ താഴെയുള്ള ആൺമക്കളെയെല്ലാം കൊന്നുകളഞ്ഞെന്നാണ് വായിക്കുന്നത്. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് തിരിച്ചറിഞ്ഞപ്പോൾ 2 വയസ്സും അതിൽ താഴെയുള്ള പല തലമുറകളെയും ആ കാലഘട്ടത്തിൽ കൊന്നു. റാമയിൽ വലിയൊരു നിലവിളി ശബ്ദം ഉയർന്നു എന്ന് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. ഇസ്രായേൽ ജനം പെരുകി വർദ്ധിക്കുന്തോറും ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാൻ ഫറവോൻ ഓർഡർ ഇടുകയാണ്. അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു കുടുംബത്തിൽ ജനിച്ച കയീൻ ഹാബേല് 2 ആൺമക്കള്. ഒരുത്തനെ തകർത്തു, മറ്റൊരുത്തൻ കിഴക്ക് ദേശത്തേക്ക് പോയി. ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിച്ചു വീണിരിക്കുന്ന 2 മക്കള് ഏശാവും യാക്കോബും, 2ഉം മാതാപിതാക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ട സമയത്ത് 2ഉം കൂടെ ഇല്ലായിരുന്നു. 2ഉം പല വഴി പിരിഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി തീരണം. മാതാപിതാക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ദൈവസഭകൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ദൈവ കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ദേശത്തിന് അനുഗ്രഹമായി തീരണം. പട്ടണത്തിന് അനുഗ്രഹമായി തീരണം. അവരെ അയക്കപ്പെടുന്ന എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹത്തിന് കാരണമായി തീരണം. എവിടെയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തലമുറകൾ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരികയാ കർത്താവേ. അവരിൽ ആത്മീകമായ ഉത്തേജന പരിശുദ്ധ ദൈവം വർദ്ധിപ്പിക്കണമേ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാൽ കർത്താവിനെ സേവിപ്പാൻ തക്ക വിധം പരിശുദ്ധാത്മാവ് തലമുറകളെ കരത്തിൽ വഹിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും തലമുറകളുടെ മേൽ നിലനിൽക്കട്ടെ, വളരട്ടെ, വർദ്ധിക്കട്ടെ. പരിശുദ്ധ ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് പ്രകാരം ജീവിപ്പാൻ ദൈവം സഹായിക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. പിതാവായ